ഹലോ ലോ ആസ്പിരൻസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലീഡ് അക്കാഡമി. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് പോലെ കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ക്ലീഡ് അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ്, കാറ്റഗറി റാങ്ക് ലിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ആൻഡ് ഓൾസോ അഡ്മിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് നമ്മളെ സഹായിക്കുമോ, അതെങ്ങനെ നോക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ്? ആസ് ദ നെയിം ഇറ്റ് സെൽഫ്, കാറ്റഗറി അനുസരിച്ചിട്ട് നിങ്ങളുടെ റാങ്ക് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ആ ഒരു ലിസ്റ്റിനെയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇപ്പോൾ വരുന്നത് EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈഴവ കാറ്റഗറിയിൽ നിന്നാണ്, അല്ലെങ്കിൽ മുസ്ലിം കാറ്റഗറിയിൽ നിന്നാണ് വരുന്നെങ്കിൽ ആ കാറ്റഗറിയിൽ എത്ര സ്റ്റുഡൻസ് ആണോ എക്സാം എഴുതിയിരിക്കുന്നത് അവരുടെ ഹയസ്റ്റ് റാങ്ക് അനുസരിച്ചിട്ട് ഓർഡറിൽ ആ ഒരു കാറ്റഗറിയിൽ എത്ര സ്റ്റുഡൻസ് ആണോ ആ സ്റ്റുഡൻസിന്റെ ഹയസ്റ്റ് റാങ്ക് അനുസരിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് റിലീസ് ചെയ്യും. ആ റാങ്കിനെയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളുടെ അഡ്മിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാം. 100% കറക്റ്റ് ആയിട്ട് ഒരു അഡ്മിഷൻസും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പോസിബിലിറ്റി അനുസരിച്ചിട്ട് ഈ റാങ്ക് ലിസ്റ്റിന് നമുക്ക് അഡ്മിഷൻസ് കിട്ടുമോ ഇല്ലയോ ഈ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഓരോ കാറ്റഗറിയിലും ഓരോ റിസർവേഷൻ പെർസെൻറ്റേജ് ഉണ്ട്. ഈഴവ കാറ്റഗറി ആണെങ്കിൽ 9%, മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ 8%, ഇങ്ങനെ റിസർവേഷൻ പെർസെൻറ്റേജ്. സോ ഈ കാറ്റഗറിയിൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ആ കാറ്റഗറിയിലെ റിസർവേഷൻ പെർസെൻറ്റേജിന്റെ അകത്താണോ നിങ്ങളുടെ റാങ്ക് എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. സപ്പോസ് റിസർവേഷൻ പെർസെൻറ്റേജിന്റെ അകത്തല്ല നിങ്ങളുടെ റാങ്ക് എങ്കിൽ ഒരു 10-20% റാങ്ക് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ട് മുന്നേ റാങ്കിലുള്ള ആള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ അഡ്മിഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ ആ സീറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇങ്ങനെ ഒരു പ്രോപ്പർ വേയില് നമുക്ക് നമ്മുടെ അഡ്മിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും ഇത് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ലാസ്റ്റ് റാങ്കിൽ നിങ്ങളുടെ കാറ്റഗറിയിൽ എത്ര വരെ എടുത്തിട്ടുണ്ട്, ഈ വർഷവും അത്രയും അടുത്ത് എടുക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ധാരണ നമുക്ക് ഈ ലാസ്റ്റ് റാങ്കും കാറ്റഗറി റാങ്ക് ലിസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഡൗട്ടാണ് ഈ ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസിനെ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്നുള്ളത്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. റിസർവേഷൻസ് ഉള്ളവർക്ക് മാത്രമേ കാറ്റഗറി റാങ്ക് ലിസ്റ്റിൽ കാണൂ. ജനറൽ കാറ്റഗറി വരുന്നത് സ്റ്റേറ്റ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. 60% സ്റ്റേറ്റ് മെറിറ്റിലാണ് പോകുന്നത്. സോ ആ സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കും ജനറൽ കാറ്റഗറി ഉള്ളത്. സോ ഇതൊക്കെയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റും അത് അഡ്മിഷൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ആയിട്ട് പറയുന്നത്. ഇനി നിങ്ങൾ ഈ വർഷം വിചാരിച്ചതുപോലെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ല, പ്രതീക്ഷിച്ച അത്ര റാങ്ക് ലഭിച്ചില്ലെങ്കിൽ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. എല്ലാ എക്സാമും 2026 വരാൻ കിടക്കുന്ന മിക്ക എക്സാംസും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലോ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് നോക്കണമെങ്കിൽ സിയുടെ വെബ്സൈറ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. നിരവധി നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലോ എൻട്രൻസ് എക്സാമുകളിൽ 1ാം റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകൾ ലീഡ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്കും ഇതേപോലെ 1ാം റാങ്ക് കരസ്ഥമാക്കണമെങ്കിൽ ലീഡ് അക്കാഡമിയുടെ ന്യൂ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബൈ.